അനന്തമായി പരന്നുകിടക്കുന്ന കടലിന് ഒരേ നിറമാണ്. സാധാരണ കടൽ മത്സ്യങ്ങൾക്കും ഒരേ നിറം തന്നെയാണ്. പുറമേ ഏക നിറമായ കടൽ വർണ്ണവിസ്മയങ്ങളുടെ ഒരു വലിയ പൂന്തോട്ടം ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ട്. ഒരു കൊളാഷിൽ ചായക്കൂട്ടുകൾ വാരി വിതറും പോലെ കണ്ണിനെ കുളിരണിയിക്കുന്ന കാഴ്ചകൾ കടലിന്റെ അടിത്തട്ടിലുണ്ട്. നീലയും പച്ചയും ചെമപ്പും മഞ്ഞയും ഓറഞ്ചും എല്ലാം ഇടകലർന്ന് ചായക്കൂട്ടുകൾ പോലെ. വർണ്ണമത്സ്യങ്ങൾ, പവിഴപ്പുറ്റുകൾ, കടൽ സസ്യങ്ങൾ, സസ്യങ്ങൾക്കും ജന്തുക്കൾക്കും ഇടയിൽ നിൽക്കുന്ന ആനിമോൺസ്, അങ്ങനെ ദൃശ്യവർണ്ണ വിസ്മയങ്ങളുടെ മായാപ്രപഞ്ചമാണ് പവിഴപ്പുറ്റുകളുടെ പറുദീസകൾ. കടലിന്റെ തീരത്തോട് ചേർന്ന് ആഴം കുറഞ്ഞ് ധാരാളം സൂര്യപ്രകാശം ലഭിക്കുന്ന തെളിഞ്ഞ വെള്ളമുള്ള സ്ഥലങ്ങളിലാണ് പവിഴപ്പുറ്റുകൾ രൂപപ്പെടുന്നത്. ഇവയാണ് അലങ്കാര മത്സ്യങ്ങളുടെ ആവാസ സ്ഥലം. ഓരോ പവിഴപ്പുറ്റു പറുദീസകളും ജൈവ വൈവിധ്യത്തിന്റെ വലിയ കേന്ദ്രങ്ങളാണ്. അവിടെ സസ്യങ്ങളും ജന്തുക്കളും പരസ്പര പൂരകമായി ജീവിക്കുന്നു. വലയിലെ കണ്ണുകൾ പോലെ ഒന്ന് മറ്റൊന്നുമായി ഇടപിരിഞ്ഞു കിടക്കുകയാണ്. ഉപരിതല ജലത്തിൽ ജീവിക്കുന്ന മത്സ്യങ്ങൾക്കെല്ലാം ഏകദേശം ഒരേ നിറമാണ്. എന്നാൽ എന്തുകൊണ്ടാണ് അലങ്കാര മത്സ്യങ്ങൾക്ക് മാത്രം വർണ്ണചാരുതയുണ്ടായത്? അലങ്കാര മത്സ്യങ്ങളുടെ ആവാസ വ്യവസ്ഥയായ പവിഴപ്പുറ്റുകൾ വിവിധ വർണ്ണങ്ങളിലുള്ളതാണ്. ഇവയ്ക്കിടയിൽ ജീവിക്കുന്ന മത്സ്യങ്ങൾക്കും ഈ വർണ്ണവൈവിധ്യമുണ്ടായേ പറ്റൂ. ഇരപിടിയന്മാരിൽ നിന്ന് രക്ഷ നേടാൻ പ്രകൃതി ഇവയ്ക്ക് കനിഞ്ഞു നൽകിയ വരദാനമാണ് ഈ നിറക്കൂട്ടുകൾ. ഓരോ ജീവിക്കും ഓരോ ആകൃതിയും നിറവും പ്രത്യേകതയും എല്ലാം നൽകുന്നതിന് പിന്നിൽ പ്രകൃതിക്ക് അതിൻ്റെതായ കാരണങ്ങളും ഉണ്ടാകും. ശുദ്ധജലത്തിലെ അലങ്കാര മത്സ്യം വളർത്തൽ ഇന്ന് സാധാരണമാണ്. ഇവയേക്കാൾ സുന്ദരികളും സുന്ദരന്മാരുമാണ് കടലിലെ അലങ്കാര മത്സ്യങ്ങൾ. ഇവയെയും നമുക്ക് വീട്ടിലെ അക്വേറിയങ്ങളിൽ വളർത്താവുന്നതേ ഉള്ളൂ. അല്പം പരിശീലനവും ശ്രദ്ധയും വേണമെന്ന് മാത്രം. $480 മില്യൺ കച്ചവടമാണ് അലങ്കാര മത്സ്യമേഖലയിൽ പ്രതിവർഷം നടക്കുന്നത്. അളവിൽ കടൽ അലങ്കാര മത്സ്യങ്ങളുടെ വ്യാപാരം കുറവാണ്. എന്നാൽ ആകെ തുകയുടെ പകുതിയോളം ഈ മേഖലയിൽ നിന്നാണ്. ശരിയായി വിനിയോഗിച്ചാൽ ഈ മേഖലയിൽ ഇന്ത്യക്ക് വലിയ സാധ്യതകളുണ്ട്. ലക്ഷദ്വീപ്, ആൻഡമാൻ നിക്കോബാർ ദ്വീപ സമൂഹങ്ങളുടെ തീരങ്ങൾ എന്നിവ ലോകത്തിലെ തന്നെ മികച്ച അലങ്കാര മത്സ്യശേഖരങ്ങളാണ്. മത്സ്യങ്ങളുടെ എണ്ണത്തിലും വൈവിധ്യത്തിലും ഈ തീരങ്ങൾ സമൃദ്ധമാണ്. ലക്ഷദ്വീപ് തീരങ്ങളിൽ മാത്രം 300ഓളം തരം മത്സ്യങ്ങളുണ്ട്. ശ്രീലങ്കൻ തീരങ്ങളും അലങ്കാര മത്സ്യങ്ങളാൽ സമൃദ്ധമാണ്. കേരള തീരങ്ങളിൽ അലങ്കാര മത്സ്യശേഖരങ്ങൾ കുറവാണ്. അലങ്കാര മത്സ്യങ്ങളുടെ ആവാസ വ്യവസ്ഥയായ പവിഴപ്പുറ്റുകളുടെ വളർച്ചയ്ക്ക് അനുയോജ്യമായ സ്ഥലങ്ങൾ വളരെ കുറവാണിവിടെ. വളരെയേറെ പ്രത്യേകതകളും കൗതുകവും നിറഞ്ഞ പേരുകളാണ് അലങ്കാര മത്സ്യങ്ങൾക്കുള്ളത്. അവയുടെ ആകൃതിക്കും സ്വഭാവ രീതികൾക്കും അനുസൃതമായാണ് മിക്ക പേരുകളും വന്നിട്ടുള്ളത്. ഏഞ്ചൽ ഫിഷ് എന്നറിയപ്പെടുന്ന മാലാഖ മത്സ്യങ്ങൾ, 2 ശസ്ത്രക്രിയാ വാളുകൾ ശരീരത്തിൽ ഒളിപ്പിച്ച സർജൻ ഫിഷ്, ആനിമോണുകൾക്കിടയിൽ സദാ സഞ്ചരിക്കുന്ന ക്ലൗൺ ഫിഷുകൾ, സഞ്ചാരികളായ ഡാൻസൽ മത്സ്യങ്ങൾ, കൂടാതെ നക്ഷത്ര മത്സ്യങ്ങൾ, കടൽ കുതിര, കടൽ വെള്ളരിക്ക, ലയൺ ഫിഷ്, ബോക്സ് ഫിഷ് എന്നീ അലങ്കാര മത്സ്യങ്ങളെയും നമ്മുടെ കടൽ തീരങ്ങളിൽ കാണുവാൻ സാധിക്കും. വൈവിധ്യത്തിന്റെ കലവറയാണ് നമ്മുടെ കടൽ തീരങ്ങൾ. ഇത്രയും ശേഖരങ്ങൾ നാം കാണുന്ന പരന്ന കടലിനുള്ളിലുണ്ട് എന്ന് വിശ്വസിക്കാനാവുമോ? പവിഴപ്പുറ്റുകളുടെ ശേഖരങ്ങൾ നൂറ്റാണ്ടുകളുടെ ആവർത്തിത പ്രക്രിയകളിലൂടെ രൂപപ്പെടുന്നതാണ്. പ്രകൃതിയുടെ നിരന്തര പരിണാമങ്ങളിലൂടെ കടന്നുവന്നവയാണിവ. കടൽ പരിസ്ഥിതിയും സന്തുലിതാവസ്ഥയും ശരിയായി നിലനിർത്തുന്നതിൽ ഇവയ്ക്ക് പ്രധാന പങ്കുണ്ട്. എത്രയോ ലക്ഷം വർഷങ്ങളുടെ ഈ തുടർ പ്രക്രിയകളിലൂടെ രൂപം കൊണ്ടവയാണ് ലക്ഷദ്വീപ് പോലെയുള്ള ദ്വീപ സമൂഹങ്ങൾ. ഇന്ന് തുറമുഖ വികസനത്തിനും മറ്റു പല ആവശ്യങ്ങൾക്കുമായി നടത്തുന്ന ഖനനങ്ങളിലൂടെ പവിഴപ്പുറ്റു ശേഖരങ്ങൾ വലിയ അളവിൽ നശിപ്പിക്കപ്പെടുന്നുണ്ട്. ഇത് കടലിന്റെ സന്തുലിതാവസ്ഥ നശിപ്പിക്കുമെന്ന് മാത്രമല്ല, ദ്വീപിന്റെ നിലനിൽപ്പ് തന്നെ അപകടപ്പെടുത്തും.
കടലേകുന്ന കനിവുകൾ ഉപയോഗിക്കുമ്പോൾ അത് കടലിനെ നശിപ്പിച്ചുകൊണ്ടാവരുത്.